നമസ്തേ. മെഡിക്കലും എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. നീറ്റ് UG 2023 ഫലം ജൂൺ 15-നകം. മണിപ്പൂരിൽ ജൂൺ ആദ്യ ആഴ്ച പരീക്ഷ. OMR ഷീറ്റും ആൻസർ കീയും ഉടൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കീം 2023 എഞ്ചിനീയറിംഗ് സ്കോർ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ഉടൻ പ്രതീക്ഷിക്കുന്നു. റാങ്ക് ലിസ്റ്റ് +2 മാർക്ക് കൂടി പരിഗണിച്ച ശേഷം മാത്രം. ESI IP വാർഡ് MBBS സീറ്റിന് ഓൺലൈൻ അപേക്ഷാ തീയതി മെയ് 30 വരെ. സർട്ടിഫിക്കറ്റ് ജൂൺ 6-നകം. JEE അഡ്വാൻസ്ഡ് എക്സാം ജൂൺ 4-ന്. അഡ്മിറ്റ് കാർഡുകൾ മെയ് 29 മുതൽ വെബ്സൈറ്റിൽ. IIT NIT IIIT അലോട്ട്മെന്റ് ജൂൺ 19 മുതൽ josa.nic.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി ആരംഭിക്കും. CUET പരീക്ഷ ജൂൺ 6-ന് അവസാനിക്കും. പ്രവേശനത്തിന് ഓരോ യൂണിവേഴ്സിറ്റിയിലും പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കണം. IISc ബാംഗ്ലൂർ പ്രവേശനം ഓൺലൈൻ ആപ്ലിക്കേഷൻ മെയ് 31 വരെ. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റാങ്ക് അനുസരിച്ചും ഈ വർഷം പ്രവേശനം. NDA 2ാം സെഷൻ അപേക്ഷകൾ ക്ഷണിച്ചു. ജൂൺ 6 അവസാന തീയതി. കേരള BSc നഴ്സിംഗ് പ്രവേശനം ഈ വർഷം +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ ഉടൻ ആരംഭിക്കും. എയിംസ് BSc നഴ്സിംഗ് ജൂൺ 12-നും പാരാമെഡിക്കൽ എക്സാം ജൂൺ 24-നും. +1 ഏകജാലക പ്രവേശനം ജൂൺ 2 മുതൽ ആരംഭിക്കും. ജൂൺ 19-ന് ആദ്യ അലോട്ട്മെന്റ്. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ 10ാം ക്ലാസ്സിൽ A+ ലഭിച്ചവർക്ക് മനോരമയുടെയും ബ്രില്യൻറ്റിൻ്റെയും സ്നേഹാദരങ്ങൾ. വാർത്തകൾ വിശദമായി. നീറ്റ് 2023 അടുത്ത ഘട്ട നടപടികളിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കടക്കുന്നു. കലാപകലുഷിതമായതിനാൽ മെയ് 7-ന് പരീക്ഷ നടക്കാതിരുന്ന മണിപ്പൂരിൽ ജൂൺ 3, 4, 5 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം പരീക്ഷ ഓഫ്ലൈനായി നടത്തുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നീറ്റിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. മണിപ്പൂരിന് പുറത്ത് 10 എക്സാം സെൻറ്ററുകളിൽ കുട്ടികൾക്ക് ആവശ്യാനുസരണം എക്സാം സെൻറ്ററുകൾ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യവും NTA ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. മെയ് 7-ന് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളുടെയും OMR ഷീറ്റും ഒറിജിനൽ ആൻസർ കീ എന്നിവയും neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ ഉടൻ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതിനുശേഷം ജൂൺ 15-ന് മുമ്പായി നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. മെയ് 17-ന് നടന്ന കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൻ്റെ സ്കോർ ce.kerala.gov.in എന്ന കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ അടുത്തയാഴ്ച പ്രസിദ്ധീകരിക്കും. അതോടൊപ്പം തന്നെ +2 മാർക്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ജൂൺ 20-ഓടുകൂടി കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് കേരള എൻട്രൻസ് കമ്മീഷണർ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. 11 ESI മെഡിക്കൽ കോളേജുകളിലെ 35% MBBS സീറ്റുകൾക്കും 28 BDS സീറ്റുകൾക്കുമുള്ള ESI IP വാർഡ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുവാനുള്ള സമയം esic.gov.in എന്ന വെബ്സൈറ്റിൽ മെയ് 30-ന് അവസാനിക്കും. അർഹതയുള്ള കുട്ടികൾ ജൂൺ 6-നകം IP സർട്ടിഫിക്കറ്റുകൾ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ജൂൺ അവസാന ആഴ്ചയിൽ mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി മേൽപ്പറഞ്ഞ കോളേജുകളിലേക്ക് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യുവാനും സാധിക്കും. JEE മെയിൻ ക്വാളിഫൈ ചെയ്ത 2.5 ലക്ഷം കുട്ടികൾക്ക് IIT പ്രവേശനത്തിനുള്ള JEE അഡ്വാൻസ്ഡ് എൻട്രൻസ് എക്സാം ജൂൺ 4-ന് ഓൺലൈനായി നടക്കും. അഡ്മിറ്റ് കാർഡുകൾ JEE.adv.ac.in എന്ന വെബ്സൈറ്റിൽ നിന്നും മെയ് 29 മുതൽ ലഭിക്കും. ജൂൺ 4-ന് രാവിലെയും ഉച്ച കഴിഞ്ഞുമായി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിലുള്ള പേപ്പർ 1, പേപ്പർ 2 എന്നീ എക്സാമുകളാണ് ഓൺലൈനായി നടക്കുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രമുഖ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളായ 23 IITകളിലെ വിവിധ BTech പ്രോഗ്രാമുകൾക്കുള്ള പ്രവേശനം തീരുമാനിക്കുന്നത് JEE അഡ്വാൻസ്ഡ് റിസൾട്ട് അനുസരിച്ച് ആയിരിക്കും. ഈ വർഷത്തെ JEE അഡ്വാൻസ്ഡിൻ്റെ റിസൾട്ട് ജൂൺ 18-നാണ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂൺ 4-ന് നടക്കുന്ന പ്രവേശന പരീക്ഷയിൽ ഓരോ സബ്ജക്റ്റിനും
നിശ്ചിത കട്ട് ഓഫ് മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കുകയുള്ളൂ. IIT, NIT, IIIT, സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രവേശന നടപടികൾ ജൂൺ 19 josa.nic.in എന്ന വെബ്സൈറ്റ് വഴി ആരംഭിക്കും. രാജ്യത്ത് ആകെയുള്ള 23 IITകളിലെ 16,500ഓളം സീറ്റുകളിലേക്ക് JEE അഡ്വാൻസ്ഡ് റാങ്ക് അനുസരിച്ചും 31 NITകളിലെ 24,000ഓളം സീറ്റുകളിലോട്ടുള്ള JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചും ജൂൺ 19 മുതൽ josa.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ അലോട്ട്മെന്റ് ആരംഭിക്കും. 6 റൗണ്ട് ഓൺലൈൻ അലോട്ട്മെന്റുകൾക്ക് ശേഷം സീറ്റുകൾ ഒഴിവ് വരികയാണെങ്കിൽ സീസാബ് വഴി 2 സ്പോട്ട് അലോട്ട്മെന്റുകൾ വേറെയും ഉണ്ടായിരിക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 2024 നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുടെയും ഏറ്റവും വലിയ ആശങ്ക ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിപ്പീറ്റ് കോച്ചിങ്ങിന് ചേരണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ റിപ്പീറ്റ് കോച്ചിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യത്തെ കൺസേൺ ഫീസ് തന്നെയായിരിക്കും അല്ലേ? പല സ്ഥലത്തും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലുള്ള മറ്റ് ഫെസിലിറ്റീസ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ ഒരുപക്ഷെ ഫീസ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാവില്ല. ഇവിടെയാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നിങ്ങളെ ചേർത്ത് നിർത്തുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളതിന് തയ്യാറാണെങ്കിൽ, നിങ്ങൾക്കതിന് കഴിവുണ്ടെങ്കിൽ ഓരോ സാമ്പത്തിക പരാധീനതകളും നിങ്ങളെ ബാധിക്കില്ല എന്നുള്ളത് സത്യമാണ്. ഇത് ഞങ്ങൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. നിങ്ങൾ ഞങ്ങളുടെ കൈപിടിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തുന്നതുവരെ ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം CUET പരീക്ഷ ജൂൺ 6 അവസാനിക്കും. പ്രവേശനത്തിന് ഓരോ യൂണിവേഴ്സിറ്റിയിലും പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യണം. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ലക്ഷക്കണക്കിന് ഡിഗ്രി സീറ്റുകളിലേക്കാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൻ്റെ റാങ്ക് ഉപയോഗിക്കുന്നത്. 29 ഡൊമൈൻ സബ്ജക്റ്റുകളിലും 13 ലാംഗ്വേജുകളും ഫോറിൻ ലാംഗ്വേജുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സയൻസ്, ആർട്സ്, ലാംഗ്വേജ് വിഷയങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകളിൽ പ്രവേശന സാധ്യതകൾ CUET പ്രവേശന പരീക്ഷയുടെ സ്കോർ അനുസരിച്ചായിരിക്കും. അതോടൊപ്പം തന്നെ 42 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെയും 50ഓളം സ്വകാര്യ യൂണിവേഴ്സിറ്റികളിലെയും ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഓരോ യൂണിവേഴ്സിറ്റിയിലും CUETയുടെ നോർമലൈസ്ഡ് സ്കോർ ഉപയോഗിച്ച് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യണം. IISc ബാംഗ്ലൂരിലെ 4 വർഷ BS പ്രോഗ്രാമുകൾക്ക് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രവേശന പരീക്ഷകളുടെ റാങ്കിൽ നിന്നാണ് പ്രവേശനം ലഭിക്കുന്നത്. ബയോളജി, കെമിസ്ട്രി, എർത്ത് ആൻഡ് എൻവയോൺമെൻ്റൽ സയൻസ്, മെറ്റീരിയൽസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നീ വിഷയങ്ങളിലാണ് കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുന്നത്. നീറ്റ്, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നിവയുടെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചും KVPY SA1 റാങ്ക് എന്നിവയിലൂടെയുമായിരിക്കും ഈ വർഷം പ്രവേശനം. admissions.iisc.ac.in എന്ന വെബ്സൈറ്റിലൂടെ മെയ് 31 ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കണം. +2 കഴിഞ്ഞവർക്ക് പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലെയും NDAയിലെയും, ഏഴിമല നാവിക അക്കാഡമിയിലെയും NAയിലെയും പ്രവേശനത്തിന് ജൂൺ 6 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. upsc.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 2023 സെപ്റ്റംബർ 3 പ്രവേശന പരീക്ഷ. എഴുത്തു പരീക്ഷയ്ക്ക് തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളാണ്. കേരള BSc നഴ്സിംഗിന് ഈ വർഷവും +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. സംസ്ഥാനത്ത് 130 നഴ്സിംഗ് കോളേജുകളുള്ളതിൽ 7 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ 100% സീറ്റുകളും കഴിഞ്ഞ വർഷം വരെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു LBS കേരള എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ പ്രവേശനം ലഭ്യമായിരുന്നത്. ബാക്കിയുള്ള 123 സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിൽ 50% ഇതേ രീതിയിലും 50% സ്വകാര്യ മാനേജ്മെന്റുകൾ നേരിട്ടും നടത്തുകയായിരുന്നു.
സംസ്ഥാനത്ത് മൊത്തം 7000-ലധികം BSc നഴ്സിംഗ് സീറ്റുകളിലോട്ടുള്ള പ്രവേശനമാണ് ഈ വർഷം +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. 14 എയിംസ് മെഡിക്കൽ കോളേജുകളിലെ 850ഓളം BSc നഴ്സിംഗ് സീറ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ജൂൺ 12-ന് നടക്കും. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ജൂൺ 24-ലേക്ക് പരീക്ഷ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് മാത്രം പ്രവേശനം ലഭിക്കുന്ന BSc നഴ്സിംഗിനുള്ള അപേക്ഷകൾ മെയ് ആദ്യവാരം അവസാനിച്ചിരുന്നു. ഏറ്റവും ഫീസ് നിരക്ക് കുറഞ്ഞ BSc നഴ്സിംഗ് പ്രവേശനം എയിംസ് മെഡിക്കൽ കോളേജുകളിലാണ് നടക്കുന്നത്. ജൂൺ 12-ന് നടക്കുന്ന എയിംസ് BSc നഴ്സിംഗ് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ 3 ഓൺലൈൻ അലോട്ട്മെന്റുകളിലൂടെയാണ് ഈ 14 എയിംസ് മെഡിക്കൽ കോളേജുകളിലെ BSc നഴ്സിംഗ് പ്രവേശനം. നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ് നെസ്റ്റ് 2023 ഈ വർഷം ജൂൺ 24-ന് നടക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നൈസർ ഭുവനേശ്വർ, യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജി സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് എന്നിവയിലേക്കും പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത പ്രവേശന പരീക്ഷയാണ് നെസ്റ്റ്. 2023-ലെ നെസ്റ്റ് എക്സാമിനായി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിച്ചവർക്കും ഡേറ്റകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ഈ മാസം 29 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ജൂൺ 12-ഓടുകൂടി അഡ്മിറ്റ് കാർഡുകൾ ലഭ്യമാവുകയും ചെയ്യും. 2007-ൽ ഇന്ത്യ ഗവൺമെന്റിലെ ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചതാണ് അത്യാധുനിക ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നതിനും ആണവോർജ വകുപ്പിന്റെയും മറ്റുള്ളവയുടെയും ശാസ്ത്രീയ പരിപാടികൾക്ക് ഇൻപുട്ട് നൽകുന്നതിനുമാണ് ശാസ്ത്രീയ മനുഷ്യശക്തിയെ പരിശീലിപ്പിക്കുക എന്നതുമായിരുന്നു നൈസറിന്റെ പ്രധാന ചുമതല. നൈസർ പ്രവേശന പരീക്ഷയുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 ക്യാമ്പസുകളിലെയും ബയോളജിക്കൽ, കെമിക്കൽ, മാത്തമാറ്റിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് വിഷയങ്ങളിൽ 5 വർഷ MSc ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിനാണ് പ്രവേശനം ലഭിക്കുന്നത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് ആ ഘട്ടം ഘട്ടമായുള്ള വളർച്ചയിൽ ഓരോ ജില്ലയിൽ നിന്നുമുള്ള രക്ഷകർത്താക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടതനുസരിച്ച് 6 ക്ലാസ് റൂം സെന്ററുകൾ എറണാകുളത്തും തൃശ്ശൂരും കോഴിക്കോട്ടും കൊല്ലത്തും തിരുവനന്തപുരത്തും 1000-ലേറെ കുട്ടികളെ അഭ്യസിക്കാനും പാലായിൽ 4 ലക്ഷത്തിലേറെ സ്ക്വയർ ഫീറ്റിലുള്ള 10,000 കുട്ടികളെ പ്രവേശിപ്പിക്കുവാനുള്ള ക്ലാസ് റൂമുകളോടുകൂടിയ സ്മാർട്ട് റൂമുകളോടുകൂടിയ ഏറ്റവും പുതിയ ക്യാമ്പസ് ഒരുക്കാൻ പാലാ ബ്രില്യന്റിന് കഴിഞ്ഞു. ഓൺലൈൻ എന്ന നൂതന ആശയം ഓഗ്മെന്റ് റിയാലിറ്റിയിലൂടെ, ആനിമേഷനിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഓൺലൈൻ മേഖലയിലെ ഏറ്റവും നൂതനമായ മാർഗങ്ങളിലൂടെ എൻട്രൻസ് കോച്ചിങ് എന്നുള്ളത് ഇന്ന് നൽകാൻ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് സാധിക്കുന്നുണ്ട്. എൻട്രൻസ് എന്ന മേഖലയെ കുട്ടികൾക്ക് പരിചയപ്പെടുന്നതോടൊപ്പം എൻട്രൻസിന് ശേഷം റാങ്കിന്റെയും ഭരണഘടനകൾ അനുസരിക്കുന്ന റിസർവേഷന്റെയും അടിസ്ഥാനത്തിൽ ഓരോ കുട്ടിയെയും ഏറ്റവും നല്ല കോളേജിൽ പ്രവേശനം നേടുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ഉത്തരവാദിത്തമായി ഞങ്ങൾ ഏറ്റെടുത്തു. 2021-ൽ +2 ബോർഡ് എക്സാം പാസ്സായവർക്കും ഈ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. എന്നാൽ അവരുടെ പ്രായം 2003 ആഗസ്റ്റ് 1-ന് ശേഷം ജനിച്ചവരായിരിക്കണം. 2022-ലെയും 2023-ലെയും ബോർഡ് എക്സാം എഴുതിയവർക്കും ഈ പ്രവേശനത്തിന് യോഗ്യതയുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി വിഷയങ്ങളിലായിരിക്കും പ്രവേശന പരീക്ഷ. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന 3 വിഷയങ്ങളായിരിക്കും നൈസർ നെസ്റ്റിന്റെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ പരിഗണിക്കുക. കേരള സിലബസിൽ +1 പ്രവേശനത്തിനുള്ള ഏകജാലക സംവിധാനത്തിനുള്ള അപേക്ഷ ജൂൺ 2-ന് ആരംഭിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ 1-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായുള്ള ഓൺലൈൻ അപേക്ഷയാണ് ജൂൺ 2 മുതൽ 9 വരെ നടക്കുന്നത്. ജൂൺ 13-നാണ് ട്രയൽ അലോട്ട്മെന്റ്. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 19-നും നടക്കും. വെബ്സൈറ്റ് hscap.kerala.gov.in. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററും മലയാള മനോരമ പഠിപ്പുരയും ചേർന്ന് ആദരം ഒരുക്കുന്നു. ഫുൾ A+ നേടിയ ഈ ജില്ലകളിലെ എല്ലാ കുട്ടികളും brilliantpala.org എന്ന വെബ്സൈറ്റിൽ അവരുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യുക. മലയാള മനോരമയും പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററും ചേർന്ന് മെറിറ്റ് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിക്കും. കരിയർ മോട്ടിവേഷൻ വിദഗ്ധരുടെ ക്ലാസുകളും ഉണ്ടായിരിക്കും.
ഇടുക്കി ജില്ലയിലെ ചടങ്ങ് ജൂൺ 3 കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന പാരിഷ് ഹാളിലും, കോട്ടയത്തെ ചടങ്ങ് ജൂൺ 6 പാലാ മുത്തോലി ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ ഓഡിറ്റോറിയത്തിലുമായിരിക്കും. എറണാകുളത്ത് പ്രസ്തുത ചടങ്ങ് ജൂൺ 4 നടക്കുന്നത്. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.